അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ വാഖിഅ നമ്മൾ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 15 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ 16ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. തജ്വീദ് നിയമം നോക്കാം. മുത്തഖീന, ഇവിടെ ശബ്ദ വന്നിട്ടുണ്ട് അല്ലേ. ആ ശബ്ദേൻ്റെ ഒരു കനപ്പിക്കൽ അക്ഷരങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. മുത്തഖീന. ഓക്കെ, മുത്തഖീന. ഇവിടെ നോക്കൂ, ഹംസ വന്നിരിക്കുന്ന രൂപം നോക്കൂ. ഹംസ ഒരു യാ പോലെ അതിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ ഹംസേൻ്റെ ആ ശബ്ദം തന്നെ കൊടുക്കാൻ നോക്കണം കേട്ടോ. ഇവിടെ വേറെ മറ്റ് അക്ഷരമാണ് എന്ന് വിചാരിക്കരുത്. അവിടെ ഹംസേനെ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. മുത്തഖീന. ഹംസ കഴിഞ്ഞിട്ട് ഹംസേൻ്റെ കൂടെ തന്നെ യാ മദ് വന്നിട്ടുണ്ട്. ഇപ്പം രണ്ടനക്കം നീട്ടി കൊടുക്കുക. മുത്തഖീന. ഓക്കെ. അലൈഹ. അലൈഹ. ഐന് പ്രത്യേകം ശ്രദ്ധിക്കണേ. തൊണ്ടയുടെ നടുക്കുന്നാണ് ഐൻ വരുന്നത്. ഓക്കെ. അലൈഹ. ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. മുതഖാബിലീൻ. മുതഖാ. ഇവിടെ ഖാഫ് വരുന്നത് എവിടുന്നാ? നാവിൻ്റെ മുരട് ഭാഗം. മുതഖാ. ഖാഫിനെ രണ്ടനക്കം നീട്ടിയും വേണം കേട്ടോ. മുതഖാബിലീൻ. ഇവിടെ മദ് ആരിലാണ് കേട്ടോ. നമുക്ക് 2 ഹറക്കത്ത് മുതൽ 6 ഹറക്കത്ത് വരെ നീട്ടി ഓതി നിർത്താവുന്നതാണ്. ഓക്കെ. ഇൻഷാ അല്ലാഹ് 17ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. യതൂഫു. ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് തോ അല്ലേ. തോ. ഷൈത്താനി എന്നൊക്കെ നമ്മൾ ഓതുമ്പോൾ ഉയർത്തി പറയാറുണ്ട് അല്ലേ. തോ. ഓക്കെ. യതൂഫു. തോൻ്റെ കൂടെ വാവ് വന്നിട്ടുണ്ട്. വാവ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടുക കേട്ടോ. യതൂഫു അലൈഹിം. ഇവിടെ മീമിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ വ്യക്തമായിട്ട് ഹിം എന്ന് ഉച്ചരിക്കുക കേട്ടോ. അലൈഹിം. ഐൻ. ഐനിനെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അലൈഹിം ആ എന്നുള്ള ശബ്ദമാവരുത് കേട്ടോ. ആ ആ. അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. വിൽ. ഉയ്. ഉയാണ് കേട്ടോ. വാവിന് കിസ്റട്ടാൽ ഉയ്. ഓക്കെ. വിൽദാനും. തൻവീന് ശേഷം മീമു വന്നാൽ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പഠിച്ചൂലേ. നന്നായിട്ട് മണിച്ച് കൂട്ടിച്ചേർത്തോതണം. വിൽദാനും മുഖല്ലദൂൻ. മുഖല്ല. ഖ എന്നുള്ള അക്ഷരത്തിന് തൊണ്ടയുടെ അക്ഷരമാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖ ഒരു തരിപ്പോടുകൂടി വരാനായിട്ട്. ഓക്കെ. മുഖല്ല. ലാമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്. ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. മുഖല്ലദൂൻ. നീട്ടി ഓതുക കേട്ടോ. 18ാമത്തെ ആയത്ത്. ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. ഓക്കെ. തജ്വീദ് നിയമം നോക്കാം. ബിഅക്വാബിൻ. കാഫിന് സുക്കൂനുണ്ട്. അപ്പം നമ്മൾ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. ബിഅക്. ഓക്കെ. വാവിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടണം കേട്ടോ. ബിഅക്വാബിൻ. തെൻവീന് ശേഷം വാവ് വരികയാണെങ്കിൽ മണിച്ച് കൂട്ടിച്ചേർത്തോതണം കേട്ടോ. തെൻവീന് ശേഷം വാവ് വരികയാണെങ്കിലും മണിച്ച് കൂട്ടിച്ചേർത്തോതണം. ഓക്കെ. ബിഅക്വാബിൻ വഅബാരീഖ. വഅബാരീഖ. ഇവിടെ ഈ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടുക. രീ എന്ന് പറഞ്ഞപ്പോൾ യാ മദ് വന്നിട്ടുണ്ട്. സാധാരണ മദ് ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. വഅബാരീഖ.
വകഅസിം വക. ഇവിടെ നോക്കൂ, ഇവിടെ അ ഇ ഉ എന്നുള്ള ആണ് കേട്ടോ. ഹംസേൻ്റെ മുകളിൽ സുക്കൂൻ ഇട്ടാൽ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. വകഅസിം എന്ന് ഓതരുത് കേട്ടോ. വകഅസിമ്മി വകഅസിമ്മി ശ്രദ്ധിച്ചോതുക കേട്ടോ. വകഅസിമ്മിൻ മഈൻ മിം. നോക്കൂ, ഇവിടെ നോക്കൂ, സിമ്മി. തൻവീന് ശേഷം മീമ് വന്നു അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? അടിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം അല്ലേ. വകഅസിമ്മി. ഇതോ ഇവിടെ നൂനിന് ശേഷം മീമ് വന്നു. ഇപ്പോഴും ഇവിടെയും ഈ നിയമം തന്നെ. എന്താണ്? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ. എന്ത് ചെയ്യണം? നമ്മൾ നൂനിന് ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് ഓതണം. വകഅസിമ്മിൻ മഈൻ. മീൻ എന്ന് പറയാൻ അവിടെ നൂൻ്റെ മുകളിൽ സുക്കൂനില്ലല്ലോ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? നൂനിന് ശേഷം മീമ് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ. മിൻ മഈൻ. മഈൻ അയിന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് 19ാമത്തെ ആയത്ത്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ലാ, ഇവിടെ നോക്കൂ, ലാൻ്റെ മുകളിൽ ശബ്ദ ഉണ്ട്, കൂടെ തന്നെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒന്ന് കനപ്പിക്കുകയും ചെയ്യുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യുക കേട്ടോ. ലാ യുസദ്ദഊന യുസദ്ദഊന. ദാലിൻ്റെ മുകളിൽ ശബ്ദം ഉണ്ട് കേട്ടോ, അവിടെ ഒന്ന് കനപ്പിച്ചു കൊടുക്കണേ. യുസദ്ദഊന ഊന. അയിനെ വാവ് മദ്ദ് കൊടുത്ത് രണ്ടനക്കം നീട്ടുക കേട്ടോ. യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. വലാ, ലാമിനെ നീട്ടണം കേട്ടോ. ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം. ലാമിൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നിട്ടുണ്ട് കേട്ടോ. വലാ യുൻസിഫൂൻ. യുൻസിഫൂൻ എന്ന് ഓതില്ല. നൂൻ്റെ മുകളിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്ത് കാണുന്നില്ല? സുക്കൂന് കാണുന്നില്ല. അപ്പം നമ്മൾ അവിടെ എങ്ങനെയാണ് ഓതുക? മറച്ച് മണിച്ചോതും. യുൻസിഫൂൻ നീട്ടി ഓതുക കേട്ടോ. 20ാമത്തെ ആയ. വഫാകിഹതിൻ മിമ്മാ യതഖയ്യറൂൻ. വഫാകിഹതിൻ. വാവിനെ പ്രത്യേകം പിന്നെയും പറയാണ്. വാവിനെ നമ്മൾ ചുണ്ടിങ്ങനെ എന്താക്കിയിട്ട് വേണം പറയാൻ? ചുണ്ട് സർക്കിൾ ചെയ്തിട്ട് വട്ടത്തിലാക്കിയിട്ട് വേണം ഉച്ചരിക്കാൻ കേട്ടോ. വഫാകിഹതിൻ മിമ്മാ. തൻവീന് ശേഷം മീമ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതും. പഠിച്ചതാണ് അല്ലേ. ഫാകിഹതിൻ മിമ്മാ. ഇവിടെ മീമിൻ്റെ മുകളിൽ ശബ്ദ വന്നിട്ടുണ്ട്, പിന്നെ കൂടെ തന്നെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. അപ്പം മണിക്കുകയും ചെയ്യാം, രണ്ടനക്കം നീട്ടുകയും ചെയ്യാം. മിമ്മാ യതഖയ്യറൂൻ. തൊണ്ടയുടെ അക്ഷരം ആ ഒരു തരിപ്പോട് കൂടി തന്നെ വരണം കേട്ടോ. യാൻ്റെ മുകളിൽ ശബ്ദമുണ്ട്. ഇനി ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. യതഖയ്യറൂൻ. മണിച്ച് നീട്ടി മണിക്കരുത് കേട്ടോ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. യതഖയ്യറൂൻ. മദ് ആരിൽ രണ്ടനക്കം മുതൽ 6 അനക്കം വരെ നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.